ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസിലെ MCQs ആണ്. ഇതിനു മുമ്പ് PSC ചോദിച്ചതും അതുപോലെ നീറ്റ് എക്സാമിന് വന്ന ചോദ്യങ്ങളാണെന്ത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ സ്ലേറ്റർ റൂള്, ദെൻ ഓക്സൈഡ്സിന്റെ കാര്യങ്ങൾ, പിന്നെ പീരിയോഡിക് ടേബിളിന്റെ എവല്യൂഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണാത്തവർ അത് കാണാം. എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ HSCക്ക് ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? പറയൂ. ഓപ്ഷൻസ്: സോഡിയം, ലിഥിയം, സിങ്ക്, മാഗ്നീഷ്യം. ഡയറക്റ്റ് ചോദ്യമാണ്, നമുക്ക് അറിയാം. സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ലിഥിയം ആണ്. അങ്ങനെയെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? യെസ്, ഫ്ലൂറിൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ചോദ്യമാണ്, നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത് നോക്കൂ. താഴെ പറയുന്നവയിൽ ഏത് ജോഡികളാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ആരൊക്കെയാണ്? നമുക്കറിയാം, സെക്കൻഡ്, തേർഡ് പീരീഡ് എലമെന്റ്സ് ആണെന്ത് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ നോക്കൂ, ഓരോ നോക്കാം. എന്നും പിയും, നൈട്രജനും ഫോസ്ഫറസും, ഇവര് എങ്ങനെയാണ്? നിങ്ങൾക്ക് ആ എലമെന്റ്സ് അറിയുന്നുണ്ടെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും എവിടെ കിടക്കുന്നത്? ഇവർ ശരിക്കും ഒരേ ഗ്രൂപ്പിലല്ലേ? ഒരേ ഗ്രൂപ്പിൽ ആണെങ്കിൽ ഇവർ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ എ അല്ല, മനസ്സിലായി. ഇനി എന്നും ഓയും ആണോ? നിങ്ങൾ നോക്കൂ, എന്നും ഓയും എങ്ങനെ കിടക്കുന്നത്? എന്നും ഓയും ശരിക്കും നോക്കുകയാണെങ്കിൽ നൈട്രജൻ കഴിഞ്ഞ ഓക്സിജൻ, ഇവരെന്താണ്? ഒരേ പീരീഡിലാണ്. ഒരേ പീരീഡ് തമ്മിൽ എന്ത് ഡയഗണൽ റിലേഷൻഷിപ്പ് വരുമോ? ഇല്ല. അപ്പൊ അതും തെറ്റ്. ഇനി സി നോക്കൂ, എന്നും എസും, അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അത് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ, അതായത് ആ ഓർഡർ, സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനെ നോക്കൂ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അതേപോലെ ഇനി തേർഡ് പീരീഡിലെ എലമെന്റ്സ് ഏതൊക്കെയാ? സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ. അപ്പൊ ഇതില് നിങ്ങൾ നോക്കൂ, നമുക്ക് ആ ഡയഗണൽ റിലേഷൻഷിപ്പ് വരച്ച് നോക്കാം. എന്താണ് വരിക? ഇവിടെ ലിഥിയവും മാഗ്നീഷ്യവും ആയിട്ടാണ് എന്ത് ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നത്. ദെൻ ബെറിലിയവും അലുമിനിയവും തമ്മിലാണ്. ദെൻ ബോറോണും സിലിക്കണും തമ്മിലാണ് റിലേഷൻഷിപ്പ് വരുന്നത്. ദെൻ കാർബണും ഫോസ്ഫറസും തമ്മിൽ. ദെൻ നൈട്രജനും സൾഫറും തമ്മിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? നൈട്രജനും സൾഫറും ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നൈട്രജൻ, സൾഫർ. അപ്പൊ ബാക്കി പറഞ്ഞ ആളുകളൊക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അതായത് ലിഥിയവും മാഗ്നീഷ്യം, ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. പിന്നെ ബെറിലിയവും അലുമിനിയം, ദെൻ ബോറോൺ, സിലിക്കൺ, പിന്നെ കാർബൺ, ഫോസ്ഫറസ്, പിന്നെ ഇപ്പൊ പറഞ്ഞ നൈട്രജനും സൾഫറും. അത് കാണാപ്പാടം പഠിക്കണ്ട, ജസ്റ്റ് ആ പീരീഡിലെ എലമെന്റ്സ് അറിയാമെങ്കിൽ 2ഉം 3ഉം തമ്മിൽ വരച്ചാണ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആൻസർ ഇവിടെ സി. നെക്സ്റ്റ് ചോദ്യം, രണ്ടാമത്തെ പീരീഡിലെ ഏത് മൂലകത്തിന്റെ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ അസിഡിക്? അത് ഇവിടെ ഈ ചോദ്യത്തിന് എന്താ പറയാ, രണ്ട് ആൻസർ വരുന്നുണ്ട്. കാരണം PSC പക്ഷേ ഫൈനൽ ആൻസർ തന്നിട്ടുള്ളത് F2 ആണ്. F2ന്റെ അല്ലെങ്കിൽ ഫ്ലോറിന്റെ ഓക്സൈഡ് ആണെന്ത് ഏറ്റവും കൂടുതൽ അസിഡിക് എന്നാണ് PSC തന്നിട്ടുള്ളത്, ഓപ്ഷൻ ഡി. പക്ഷെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ സെക്കൻഡ് പീരീഡിലാണ് ചോദിച്ചത്. രണ്ടാമത്തെ പീരീഡിലെ ഏറ്റവും എന്താ പറയാ ഓക്സൈഡ്സുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വരുന്നത് ഏതാണ്? നിങ്ങളിപ്പോ രണ്ടാമത്തെ പീരീഡിൽ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ വരുന്നുണ്ടല്ലോ. അപ്പം N2O5, ഇത് H2 ആയിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ നമുക്ക് HNO3 കിട്ടുന്നത്. അപ്പൊ ഇവിടെ N2O5 ആണെന്ത് ഞാൻ നെറ്റ് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഉള്ള ആള് N2O5 ആണ്. ഇവിടെ F2O ആണ് ഇവർ പറയുന്ന ഓക്സൈഡ് വരുന്നത്, ഫ്ലോറിന്റെ ഓക്സൈഡ്. പക്ഷെ ഈ F2Oയിൽ നിന്നാണ് നമുക്ക് H2 മിക്സ് ചെയ്തിട്ട് HF കിട്ടുന്നത്. പക്ഷെ ഈ HFും N2 അല്ലെങ്കിൽ HNO3 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് HNO3 ആണ് ഹൈലി അസിഡിക് ആയിട്ട് വരുന്നത്. അപ്പൊ അത് പ്രകാരമാണെങ്കിൽ ശരിക്കും എന്താണ് N2O5 അല്ലെങ്കിൽ നൈട്രജന്റെ ഓക്സൈഡ് ആണെന്നുകൂടി സ്ട്രോങ് ആയിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ ആൻസർ ഫ്ലോറിൻ തരാൻ കാരണം
വേറൊരു ഇത് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ബിഹേവിയർ കൂടുന്നത് ഏത് സമയത്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് അതുണ്ടാക്കുന്ന അസിഡിക് അല്ലെങ്കിൽ ഓക്സൈഡുകളുടെ അസിഡിക് സ്വഭാവം കൂടുന്നത് പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആരാണ്? ഫ്ലൂറിനാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണല്ലോ. അപ്പൊ ആ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മേ ബി പറയാം എന്താണ് അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലൂറിൻ ആയതുകൊണ്ട് തന്നെ അതിനാണ് കൂടുതൽ എന്താ അസിഡിക് ഓക്സൈഡ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് ആലോചിക്കാം. PSC ഫൈനലിൽ തന്നത് F2 ആണ്, ഫ്ലോറിൻ ആണ്. Next, which of the following elements has the highest ionization enthalpy in the second period of modern periodic table? അതായത് സെക്കൻഡ് പീരീഡില് ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്ന ആളാരാണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. പറയൂ. നമുക്കറിയാം സെക്കൻഡ് പീരീഡിലെ എലമെന്റ്സ് ഏതൊക്കെയാ? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ഇതില് നമ്മൾ പഠിച്ചു അയണൈസേഷൻ എനർജി എന്താണ് പീരീഡിൽ, എന്താണ് അതിന്റെ പ്രോപ്പർട്ടി? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇവിടെ ആർക്കാണ് കൂടുതൽ? കാർബൺ അല്ലേ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ കാർബൺ ആണ് കൂടുതൽ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കാർബൺ ആണ് ആൻസർ. ഏറ്റവും കുറവ് വരുന്ന ആർക്കാണ്? സെക്കൻഡ് പീരീഡിൽ ലിഥിയത്തിനാണ് അയണൈസേഷൻ എനർജി കുറവ് സെക്കൻഡ് പീരീഡിൽ കേട്ടോ. അടുത്ത് നോക്കൂ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? നോക്കാം. പീരിയോഡിക് ടേബിളിന്റെ പീരിയോഡിസിറ്റിന്റെ കാര്യം ചോദിച്ചത്. നോക്കാം. പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് അവസ്ഥ? അത് ശരിയല്ലേ? നമ്മൾക്കറിയാം ആറ്റോമിക് റേഡിയസ് ആവട്ടെ അല്ലെങ്കിൽ ആറ്റോമിക് സൈസ് ആവട്ടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലൂടെ പോകുന്തോറും ഡിക്രീസ് ചെയ്യുന്നു. റീസൺ എന്താണ്? നമുക്കറിയാം അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പീരീഡിൽ കൂടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സൈസ് കുറയുന്നത്. ഓക്കെ അല്ല? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒന്ന് കറക്റ്റ്. രണ്ടെന്താ അവസ്ഥ? പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. നമുക്ക് പറഞ്ഞതേ ഉള്ളൂ, അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ശരിയല്ലേ? അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറ്റോമിക് സൈസ് ആണ് അല്ലേ? അതായത് സൈസ് കൂടുന്തോറും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറഞ്ഞ എനർജി തന്നെ പുറത്തടിക്കാൻ പറ്റില്ലേ? പറ്റും. അതേസമയം സൈസ് കുറഞ്ഞ ആളുകൾക്ക് എന്താണ് ഹൈ അയണൈസേഷൻ എനർജിയാണ് വരിക. അത് നമുക്കറിയാം. ഇപ്പൊ സീഷ്യത്തിനെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ എന്താ സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലായത് കൊണ്ട് തന്നെ കുറച്ച് അയണൈസേഷൻ എനർജി മതി. അപ്പൊ പറഞ്ഞ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അതാണ് ആൻസർ വരിക. ഓൾ ഓഫ് ദ അബവ് മൂന്നും ശരിയാണ്. അടുത്ത് നോക്കൂ. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകമാണ്. നമുക്കറിയാം രണ്ട് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ 118 എലമെന്റ്സിൽ ലിക്വിഡ് സ്റ്റേറ്റ് കാണപ്പെടുന്ന രണ്ടേ ആളുകളുള്ളൂ. ഒന്ന് ബ്രോമിനും പിന്നെ നമ്മുടെ മെർക്കുറി അല്ലേ? മെർക്കുറിയും ബ്രോമിനും ആണ് രണ്ടാളുകൾ ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഇവിടെ ചോദിച്ചത് എന്താ? അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ചോദിച്ചത്. നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ ഏതാ? ബ്രോമിനാണ് അല്ലേ? HG എന്താണ്? HG അത് മെറ്റലാണ്. നമ്മൾ ചോദിച്ചതിന്റെ പ്രകാരം ആൻസർ വരുന്നത് എന്താണ്? ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകം ബ്രോമിനാണ്. അടുത്ത് നോക്കൂ. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ 4 ബ്ലോക്കുകളുണ്ട്, 7 ബ്ലോക്കുകളുണ്ട്, 18 ബ്ലോക്ക് ഉണ്ട്, 118 ബ്ലോക്ക് ഉണ്ട്. അപ്പൊ എന്താ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 4 ബ്ലോക്കുകളാണ്, 18 ഗ്രൂപ്പുകളാണ്, ദെൻ 7 പീരീഡ് ആണ് ഉള്ളത്, ദെൻ 118 എലമെന്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് എലമെന്റ് ഹൈഡ്രജൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് ഏതാണ്? ലാസ്റ്റിലെ 118ാമത്തെ എലമെന്റ് ഏതാണ്? ഓഗ്നസോൺ ആണ് വരുന്നത്. അടുത്തത് ദ സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ് ഹാവിംഗ് ആറ്റോമിക് നമ്പർ 115 ഈസ്. ആറ്റോമിക് നമ്പർ 115 ആളുടെ UPSC നോമൻക്ലേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ UNP, UNQ, UUP, UUQ. അപ്പൊ ഇങ്ങനെ നമുക്കറിയാം നോമൻക്ലേച്ചർ എങ്ങനെ കൊടുക്കാന്നുള്ളത്. അതിന് ജസ്റ്റ് ആ വാല്യൂസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം. പറയൂ എങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഇപ്പൊ 0
നമ്മൾ എന്ത് കൊടുക്കും? 0 ആണെങ്കിൽ നില്ല് അല്ലേ, 1 ആണെങ്കിൽ അണ്ണ്, ദെൻ 2 ബൈ, 3 ട്രൈ, 4 ക്വാഡ്, 5 പെൻഡ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, പിന്നെ 8 ഒക്ട്, 9 ആണെങ്കിൽ എൻ അല്ലേ. അപ്പോ ഇങ്ങനെയാണ് എന്ത് നമ്മളിപ്പോ ഓരോ സംഖ്യകൾക്ക് നോമൻക്ലേച്ചർ കൊടുക്കാൻ വേണ്ടി ഓരോന്നിന് പേര് കൊടുത്തിട്ടുള്ളത്. 0 ആണെങ്കിൽ നില്ല്, 1 ആണെങ്കിൽ അണ്ണ്, 2 ആണെങ്കിൽ ബൈ, 3 ട്രൈ, 4 ക്വാഡ്, 5 പെൻഡ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്ട്, 9 എൻ. അപ്പോ അത് വെച്ചിട്ട് എങ്ങനെ നോമൻക്ലേച്ചർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സപ്പോസ് ഇവിടെ ഇപ്പൊ 115 തന്നത്, 115 തന്നതെങ്കിൽ നമ്മൾ ഒന്ന് വരാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കാൻ പറഞ്ഞത്? അണ്ണാണ് കൊടുക്കുക. ഇനി വീണ്ടും 1 വന്നു, അപ്പൊ വീണ്ടും എന്ത് കൊടുക്കണം? അണ്ണ് കൊടുക്കണം. ദെൻ 5 വന്നത്, 5 വന്നെങ്കിൽ 5ന്റെ എന്താ? പെൻഡാണ് അല്ലേ. എന്നിട്ടിപ്പോ ഇങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് എന്ത് കൊടുക്കുക? എന്ന് കൊടുക്കുക. അപ്പൊ പെൻഡി ആണ് എന്ത് 115ാമത്തെ സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ വരുന്നത്. ഇനി ഇതിന്റെ സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്ററിന് കൊടുത്താൽ മതി. ഫസ്റ്റ് അണ്ണിന്റെ യു, രണ്ടാമത്തെ അണ്ണിൻ്റെത് വീണ്ടും യു, പിന്നെ മൂന്നാമത്തെ അഞ്ചാമത്തെ പെൻഡാണല്ലോ, പെൻഡിന്റെ പി. അപ്പൊ UUP വരുന്നതാണ് നമ്മുടെ ആൻസർ 115ന്റെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. UUP ആണ് ഇവിടെ വരുന്നത് അല്ലേ. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി 120ന്റെ എന്ത് വരും എന്ന് പറയൂ. 120ന്റെ ആണെങ്കിൽ എങ്ങനെ വരും? 1 ആണെങ്കിൽ അണ്ണ്, 2 ആണെങ്കിൽ ബൈ, 0 ആണെങ്കിൽ നിൽ, എന്നിട്ട് ലാസ്റ്റ് എന്ത് കൊടുക്കുക? എന്ന് കൊടുക്കുക. അൺബൈ നിലിയം, അൺബൈ നിലിയാണ് 120. ഇതിന്റെ സിമ്പല് എന്ത് വരും? UBN. മനസ്സിലായോ? നമ്മുടെ 118ാമത്തെ ഓർഗനസോണിന്റെ പേര് എന്ത് ചെയ്യുന്നു? ഓർഗനസോണാണല്ലോ 118. അപ്പൊ അതിന്റെ പേര് കൊടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു വന്നിരുന്നത്? സിമ്പിൾ എന്തായിരുന്നു? അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒന്നാമത്തേത് അണ്ണ്, ഒന്നാമത്തിന് വീണ്ടും അണ്ണ്, 8ൻ്റെത് ഒക്ട്, പിന്നെ ഐ. ഒക്ടിയം അല്ലെങ്കിൽ UUO. ഇതായിരുന്നു നമ്മുടെ ഓർഗനസോണിന്റെ പേര് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെയാണ് എന്ത് IUPAC നെയിം ഓർഗനസോൺ എന്ന് കൊടുത്തത്. അടുത്ത ചോദ്യം ചെയ്യാം. ഇത് കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് സെർച്ചറിന് ചോദിച്ചതാണ്. എമംഗ് ദ ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് അയോൺസ് വിച്ച് ഹാവ് ലാർജർ അയോണിക് റേഡിയസ്. നമുക്ക് ഈ തന്നിരിക്കുന്ന എന്തായാലും ഐസോ ഇലക്ട്രോണിക് തന്നെയാണല്ലോ. കാരണം എന്താ? N3- 10, O2- 10 ഇലക്ട്രോൺസ്, F- 10, Na+ 10. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് ആണ്. പിന്നെ പഠിച്ച കാര്യമാണ്, ഇതില് സൈസ് കൂടുതൽ ആർക്കാണ്? നമുക്കറിയാം ആനയോണാണ് സൈസ് കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് പാരന്റ് വരിക, പിന്നെയാണ് നമ്മുടെ കാറ്റയോൺ സൈസ്. അല്ലെങ്കിൽ ഏറ്റവും സൈസ് കുറവാർക്കാണ്? കാറ്റയോൺ ആണ്. പിന്നെ ഈ സൈസ് അല്ലെങ്കിൽ ഇവിടെ അയോണിക് റേഡിയസ് ഒക്കെ എന്തിന് പ്രൊപ്പോർഷനിലാണ്? അയോണിക് റേഡിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ് എന്ന് പറയാം. സോറി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, സോറി ഇവിടെ എന്താണ്? അയോണിക് ചാർജ് റേഡിയസ് ആണ് ചോദിച്ചത്. അയോണിക് റേഡിയസ് ആനയോണിന്റെ കേസിലാണെങ്കിൽ എന്താ വരിക? ആനയോണിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് ആനയോണിൽ വരുന്നത്. അതേസമയം അയോണിക് റേഡിയസ് വരുന്നത് കാറ്റയോണിന്റെ കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അതായത് നമുക്ക് ഇതിന്റെ ക്രമം എഴുതുകയാണെങ്കിൽ ഇവിടെ ആനയോൺ അല്ലേ N3-, ഇവിടെ ചാർജ് എത്രയാണ്? 3 ആണ്. അപ്പൊ ഇതിനല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ N3- എന്ത് അയോണിക് റേഡിയസ് കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക? O2- വരിക. കാരണം എന്താ? ചാർജ് 2 ഉള്ളൂ. ഇനി അതിനേക്കാൾ കുറവാണ് ആര്? F- വരുന്നത്. ഇനി ഇതിനേക്കാൾ കുറവാണ് ഇനി വരാനുള്ള നിയോൺ വരുന്നത്. ഇനി നമ്മൾ കാറ്റയോൺ എടുത്ത് നോക്കൂ. കാറ്റയോൺ ഇവിടെ Na+ അല്ലേ? Na+ നോക്കുകയാണെങ്കിൽ കാറ്റയോണില് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ? ഒരു ചാർജേ ഉള്ളൂ. ഒരു ചാർജ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ സൈസ് കുറഞ്ഞു. ഇനി അടുത്ത് നോക്കാം. ഇനിയിപ്പോ Mg വന്നു.
Mg2+ ആണ് 2 ചാർജ് വന്നത്. 2 ചാർജ് വന്നാൽ എന്താ, അവിടെ വീണ്ടും സൈസ് ഇൻവേഴ്സ് ആണല്ലോ കാറ്റയോണില്, അപ്പം വീണ്ടും സൈസ് കുറഞ്ഞു. ഇനി Al3+ ആണെങ്കിലോ, ഇവിടെ ചാർജ് വീണ്ടും കൂടി, സോ സൈസ് അയോണിക് റേഡിയസ് കുറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് കാറ്റയോണിന്റെ കേസിൽ ഓർഡർ. ആനയോണിന്റെ കേസിൽ N3- ഗ്രേറ്റർ ദാൻ 2- then F-. ഇങ്ങനെയാണ് ആനയോണിന്റെ കേസിൽ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. നമ്മുടെ ഇവിടെ ചോദിച്ചത് എന്താണ്, ലാർജർ അയോണിക് റേഡിയസ് ഉള്ളത് ആർക്കാ, N3- നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലാർജസ്റ്റ് ആറ്റോമിക് റേഡിയസ്? ഇതിലെ ആറ്റോമിക് റേഡിയസ് കൂടിയതാരാ? തന്നിരിക്കുന്ന ആളുകൾ നോക്കൂ. ലിഥിയം, പൊട്ടാഷ്യം, റേഡിയം, പിന്നെ സ്ട്രോൺഷ്യം. ഇതിൽ നോക്കുകയാണെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ? നമുക്കറിയാം ആറ്റോമിക് റേഡിയസിന്റെ പ്രോപ്പർട്ടി എന്താ, ആറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്ന ആളുകൾ നോക്കൂ. ഇതൊക്കെ ഏത് ഗ്രൂപ്പ് എലമെന്റ്സാ? എസ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? നമുക്ക് ഇന്ന് ആ ഓർഡർ എഴുതി നോക്കുകയാണെങ്കിൽ പറയൂ. ലിഥിയം, പിന്നെ ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, പിന്നെ റുബീഡിയം, സീഷ്യം, അങ്ങനെ പോകും, ഫ്രാൻഷ്യം, അങ്ങനെ പോകും. അതുപോലെ ഇനി മറ്റേ സെക്കൻഡ് എടുക്കുകയാണെങ്കിലോ, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അതിലെ എലമെന്റ്സ് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ലാസ്റ്റ് വരുന്ന ആള് റേഡിയം, RA. ഇപ്പൊ തന്നിരിക്കുന്നതിനെ നിങ്ങൾ നോക്കൂ, ഏറ്റവും താഴത്ത് കിടക്കുന്ന ആരാ? ഇപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിൽ സീഷ്യാണ് കിടക്കുന്നത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ റേഡിയ കിടക്കുന്നത്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും നമുക്ക് തന്ന ഓപ്ഷൻ ഒന്ന് ലിഥിയം. ലിഥിയം എന്തായാലും സൈസ് കുറവാണ്, അപ്പൊ അതെന്തായാലും വരില്ല. അടുത്തത് ആരാ? പൊട്ടാഷ്യം, K തന്നത്. K നോക്കൂ, നടുക്കാണ് വന്നത്, അപ്പൊ അതല്ല. അടുത്തത് സ്ട്രോൺഷ്യം നോക്കുകയാണെങ്കിൽ ഇതാ, സ്ട്രോൺഷ്യം ഒന്നും കൂടിയും വലുതാണ്. അതേസമയം റേഡിയം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്. അപ്പൊ ആൻസർ വരെ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത ചോദ്യം ചെയ്യാം. ഇതിന് ആൻസർ കിട്ടിയില്ലേ? റേഡിയം. റീസൺ എന്താ? ആറ്റമിക് റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് ഗ്രൂപ്പിലാണ് ഉണ്ടെങ്കിൽ ആറ്റമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റമിക് സൈസ് ഒക്കെ എന്താ സംഭവിക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റമിക് റേഡിയസ് ആവട്ടെ, ആറ്റമിക് സൈസ് ആവട്ടെ, ഇനി അയോണിക് റേഡിയസ് ആവട്ടെ, അതെല്ലാം താഴോട്ട് വരുന്തോറും, ഗ്രൂപ്പിലാണെങ്കിൽ താഴോട്ട് വരുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റേഡിയം ആണ് ആൻസർ. അടുത്ത നോക്കൂ, ഹാലജൻ വിച്ച് ഷോസ് ഹയസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ഈസ്. ഇവിടെ ഹയസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ആരാണ് കാണിക്കുന്നത്? പറയൂ. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ഹയസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ആരാ കാണിക്കുന്നത്? നമുക്കറിയാം ഇവിടെ ഫ്ലോറിൻ ആണെങ്കിൽ എന്താ, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഫ്ലോറിൻ ആണ് ഏറ്റവും ലോവസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് കാണിക്കുന്നത്. നമ്മളിപ്പോ ഹാലജൻ എടുക്കുകയാണെങ്കിൽ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതില് ഫ്ലോറിൻ ആണെന്ത്, ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്. അതേസമയം അയഡിൻ എന്താ, ലോവസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ്, ലോവസ്റ്റ് ആണ്. ഇവിടെ ചോദിച്ച ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അത് നമുക്കറിയാം, ലോവസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഉള്ള ആളാണെന്ത്, ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് കാണിക്കുന്നത്. അതുപോലെ ഫ്ലോറിൻ ആണ് ലോവസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്. നമ്മളിവിടെ ഹയസ്റ്റ് ചോദിച്ചത് കൊണ്ട് ആൻസർ ഓപ്ഷൻ ബി, അയഡിൻ. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആ റിലേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നോക്കൂ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? നോക്കാം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അത് ശരിയല്ലേ? എ ശരിയാണ്. ബി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലോറിൻ ആണ്. അതും കറക്റ്റ് ആണ്. 4 ആണ് പോളിംഗ് സ്കെയിൽ പ്രകാരം വാല്യൂ. ദെൻ ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അത് ശരിയാണോ? ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് എന്താ, നമ്മള് 1h1 എന്നല്ലേ പറയാ അല്ലേ? ഹൈഡ്രജന്റെ ആറ്റോമിക് മാസും അതുപോലെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നെയാണ്, സെയിം തന്നെയാണ് വരുന്നത്. അപ്പോ ഓപ്ഷൻ സി ആണ് തെറ്റ്. ഡി നോക്കൂ. ഡി എന്താ, ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് സിങ്ക്. അത് കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർദ്ധീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു
ഇതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പൊ സയന്റിസ്റ്റുമാരും അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഹെൻറി മോസ്ലി, നിങ്ങൾ തന്നെ പറ, ഹെൻറി മോസ്ലി ഏതാണ്? തന്നിരിക്കുന്നതിൽ ആറ്റോമിക് മാസ് ആണോ, ത്രികങ്ങളാണോ, ആറ്റോമിക് നമ്പർ ആണോ? നമുക്കറിയാം ആറ്റോമിക് നമ്പർ ആണ് അല്ലേ, ഒന്ന് സി ആണ്. അപ്പൊ ഒന്ന് സി വരുന്ന ഓപ്ഷൻസ് ഏതാ? എയും അല്ല, ബി സിയും അല്ല, അപ്പൊ വെട്ടി. അപ്പൊ ബിയോ സി ഡിയോ ആണ്. അടുത്ത നോക്കൂ, അടുത്ത ഓപ്ഷൻ മെന്റലീഫ് ഏതാ? മെന്റലീഫ് നമുക്കറിയാം ആറ്റോമിക് മാസ് വെച്ചിട്ടുള്ള പീരിയോഡിസിറ്റി പറഞ്ഞത്. അപ്പൊ മെന്റലീഫിന്റെ 2A വരണം. 2A, ഒന്ന് സി 2A വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. നമുക്ക് ആൻസർ അപ്പൊ തന്നെ കിട്ടി. ഇനി ഏതായാലും ബാക്കി ഇവിടെ നോക്കാം. പിന്നെ ന്യൂലാൻസിന്റെ ആണ് ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമം. അപ്പം 3D കറക്റ്റാ. അടുത്തത് ഡോബ്രൈനറിന്റെ ആണ് ട്രയാഡ്സ്, ത്രികങ്ങൾ. ട്രയാഡ്സ് വരുന്നതാണ് ഡോബ്രൈനർ. നമ്മൾ അന്ന് പറഞ്ഞ ലിഥിയം ലിനാക്, ലിഥിയം സോഡിയം പൊട്ടാഷ്യം അല്ലേ, ഇതാണ് ഡോബ്രൈനർ ട്രയാഡ്സ്. അപ്പോ ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റണം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ക്ലാസിഫിക്കേഷൻ ആണ് ചോദ്യം? മോസ്ലി ആണോ, മെന്റലീഫ് ആണോ, അതോ ഒക്ടേവ്സ് ആണോ, ഏതാന്ന് നോക്കാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഓക്കെ, ദെൻ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. അത് പിന്നെ ഇനി വേറെ നോക്കാല്ലേ, ഏതാ? മോസ്ലി ആണ് അല്ലേ, 18 മോസ്ലിന്റെ അല്ലേ 18 ഗ്രൂപ്പും 7 പീരീഡും ഉള്ളത്. മൂലകങ്ങളെ ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചു. ആറ്റോമിക് നമ്പറിന്റെ ക്രമത്തിൽ ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതാരാ? മോസ്ലിയാണ്. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല, ശരിയല്ലേ? ഹൈഡ്രജൻ പ്രത്യേക സ്ഥാനം നൽകിയോ? ഇല്ല, ശരിയാണ്. അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഹെൻറി മോസ്ലി, ഓപ്ഷൻ ഡി ആണ്. പിന്നെ ബാക്കി 4 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ദിമിത്രി ഇവാനോവിച്ച് മെന്റലീവ് ഏതാണ്? ആറ്റോമിക മാസിന്റെ ക്രമത്തിലാണ്. ഓക്കെ, പിന്നെ ഏക എന്താ പറയാ സിലിക്കൺ, അതാണ് നമ്മുടെ ജെർമേനിയം അല്ലെ, നമ്മൾ അതൊക്കെ പറഞ്ഞിരുന്നു. ഏക അലുമിനിയം, ഗാലിയം കിട്ടി, അങ്ങനെ. പിന്നെ 63 എലമെന്റ്സിനെയാണ്, ലാസ്റ്റ് എലമെന്റ് ആണ് യുറേനിയം. ദെൻ ലോദർമെയർ വരച്ച എന്താ? ലോദർമെയർ ഒരു ഗ്രാഫ് വരച്ചു, ആരൊക്കെ തമ്മില്? ആറ്റമിക മാസും ആറ്റമിക വോളിയം തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ പീരിയോഡിസിറ്റി പറഞ്ഞു. ഓക്കെ, ദെൻ ന്യൂലാൻസ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, അപ്പം 1 മുതൽ 8 വരെ ക്രമത്തിൽ എഴുതി പോവുകയാണെങ്കിൽ 1ന്റെയും 8ാമത്തേതിന്റെയും പ്രോപ്പർട്ടീസ് സിമിലർ ആണ് പറഞ്ഞു. അതായത് ലിഥിയത്തിന്റെയും സോഡിയത്തിന്റെയും സിമിലാരിറ്റി എന്ത് അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മളിപ്പം ഒക്ടേവ്സ്, 8 ആവർത്തന രീതിയിൽ അങ്ങനെ എഴുതി. അതാണ് ലോ ഓഫ് ഒക്ടേവ്സ് പറയുന്നത്. ഇത് പക്ഷെ അത്ര ആക്യുറേറ്റ് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്ത് നോക്കൂ, ആറ്റോമിക് നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇവിടെ ചോദിച്ചത് എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കാം. മെറ്റാലിക് ക്യാരക്ടറിന്റെ ബിഹേവിയർ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പിലാണെങ്കിൽ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഇവിടെ തന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ജെർമേനിയം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, പിന്നെ സെലീനിയം, റുബീഡിയം. അപ്പൊ അവിടെ നോക്കാം. ഇതില് നോക്കുകയാണെങ്കിൽ നോക്കൂ, റുബീഡിയത്തിന്റെ കേസ് എടുത്ത് നോക്കൂ. റുബീഡിയം ഏത് ഗ്രൂപ്പ് എലമെന്റാ? റുബീഡിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിൽ താഴത്ത് കിടക്കുന്ന ആളാണ് ആര്? റുബീഡിയം അല്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം ആലോചിച്ച് പറഞ്ഞൂടെ, റുബീഡിയത്തിനല്ലേ ഏറ്റവും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി കാണാം അല്ലേ? അപ്പൊ റുബീഡിയം ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണോ അത് നോക്കിയാൽ മതി. റുബീഡിയം എവിടെ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. റുബീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടാഷ്യം, ഗ്രേറ്റർ ദാൻ ദെൻ Mg, ദെൻ ജെർമേനിയം, സെലീനിയം അല്ലേ? അതിന്റെ റീസൺ എന്താന്ന് നിങ്ങൾക്ക് ആ ക്രമം ആലോചിച്ചാൽ മനസ്സിലാക്കുക. കാരണം റുബീഡിയം കിടക്കുന്നത് ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഫസ്റ്റ് ഗ്രൂപ്പില്ല, താഴത്താണ് ആര് കിടക്കുന്നത്? റുബീഡിയം കിടക്കുന്നത് അല്ലേ? അതിന്റെ മുകളിലാണ്, റുബീഡിയത്തിന്റെ മുകളിലാണ് പൊട്ടാഷ്യം കിടക്കുന്നത്, കെ അല്ലേ? ഇനി നിങ്ങളിപ്പോ മഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യം എവിടെ കിടക്കുന്നത്? സെക്കൻഡ് ഗ്രൂപ്പില്. ഇപ്പൊ ഇവിടെ കാൽഷ്യം ഉണ്ട്, ഇതിന്റെ മുകളിൽ ഇവിടെയാണ് ആര് കിടക്കുന്നത്? മഗ്നീഷ്യം കിടക്കുന്നത് അല്ലേ? അതിൽ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ ആർക്കാണ് ഉണ്ടാവേണ്ടത്? റുബീഡിയത്തിനാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആർക്കാ? അത് കഴിഞ്ഞിട്ടാണ് പൊട്ടാഷ്യം വരുന്നത്. പിന്നെ തന്നിരിക്കുന്നതിൽ ആരാ? മാഗ്നീഷ്യാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും മെറ്റലിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുക അല്ലേ? അവിടെ നോക്ക്, ഇപ്പൊ ജർമ്മനിക്ക് എന്താണ്? മെറ്റലോയിഡ് ആണല്ലോ. അപ്പൊ
അടുത്ത പിന്നെ നമുക്ക് എന്താ പറയാ, അടുത്ത പിന്നെ ജർമ്മനിയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് എന്ത് ആര് നമ്മുടെ സെലീനിയം വരുന്നത്. അപ്പോ കറക്റ്റ് ഓർഡർ RB ഗ്രേറ്റർ ദാൻ ദെൻ പൊട്ടാഷ്യം, ദെൻ മഗ്നീഷ്യം, ദെൻ ജർമ്മേനിയം, ദെൻ സെലീനിയം. അപ്പൊ ഇത്രയാണ് PSC ചോദിച്ച ചോദ്യങ്ങൾ. നമ്മൾ നീറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാണ്. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ട്രൂ ആണ് ചോദിച്ചത്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് എന്താ? അൺലൈക്ക് ഗാലിയം ദാറ്റ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, സീഷ്യം ഹാസ് എ വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇത് കറക്റ്റ് ആണോ? നിങ്ങൾ തന്നെ പറ. ഇവിടെ ഒരു കാര്യം അറിയാം, സീഷ്യം എന്താണ്? ഹൈലി മെറ്റാലിക് ആയ ആളല്ലേ? അല്ലേ? ഈ മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് തെറ്റാണ്. സീഷ്യത്തിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതേപോലെ ഗാലിയം ആണെങ്കിലോ, ഗാലിയത്തിന് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നാ പറയുന്നത്. അല്ല, ഗാലിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കൂ, ഓൺ പോളിംഗ് സ്കെയിൽ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഓഫ് നൈട്രജൻ ആൻഡ് ക്ലോറിൻ ആർ നോട്ട് ദ സെയിം. നമ്മൾ നോക്കിയ പറഞ്ഞതല്ലേ, പോളിംഗ് സ്കെയിൽ പ്രകാരം നമ്മൾ എഴുതിയിരുന്നു. ഇപ്പോ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, പിന്നെ ക്ലോറിൻ, ഇങ്ങനെ നമ്മൾ എഴുതിയ സമയത്ത് ഫ്ലോറിൻ്റെത് 4 ആണ്, അതിൽ നിന്ന് 1 കുറച്ചാൽ ക്ലോറിന്റെ 3 ആണെന്ന് പറഞ്ഞു. അതുപോലെ ഓക്സിജന്റെ ഒക്കെ ലെഫ്റ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, 0.5 കുറക്കുക, 3.5. നൈട്രജന്റെ 3 അല്ല വന്നത്, അല്ലേ? അത് നിങ്ങൾ കമ്പയർ ചെയ്തു, നൈട്രജന്റെ 3, ക്ലോറിന്റെ 3 പോളിംഗ് സ്കെയിൽ പ്രകാരം. ചെറിയ പോയിന്റുകൾ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ 2, 3 ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റ്? ഡിഫറൻറ്റ് പറഞ്ഞ എന്താണ്? അപ്പൊ തെറ്റാണ്. അപ്പൊ ബിയും തെറ്റാണ്. എ തെറ്റ്, ബി തെറ്റ്. ഇനി സി നോക്കൂ, ആർഗൺ K+Cl-Ca2+S2-. ഇതിന്റെ ഇതൊക്കെ എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് പറയുന്നത്. നോക്കാം, നമുക്കറിയാം ആർഗണിൽ എത്രയാണ്? ആർഗണിലാണെങ്കിൽ 18 ഇലക്ട്രോൺസ്. K+ ആണെങ്കിൽ പറയൂ, K+ ആണെങ്കിൽ അതിലെത്ര? K ആണെങ്കിൽ 19, K+ അറിയുമ്പോൾ 1 ഇലക്ട്രോൺ പോയി 18. ഇനി Cl-, Cl ആണെങ്കിൽ 17 ആണ്, 1 ഇലക്ട്രോൺ കിട്ടി, അപ്പം 18. ദെൻ Ca2+ ആണെങ്കിൽ 2 ഇലക്ട്രോൺ കൊടുത്തു, അതായത് സി ആണെങ്കിൽ 20 ആണ്, അതിൽ നിന്ന് 2 ഇലക്ട്രോൺ കൊടുത്താൽ 18 ഇലക്ട്രോൺസ്. ദെൻ S2-, നമുക്കറിയാം സൾഫർ 16 ആണ്, 16 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ 18. അപ്പൊ ഇതെന്താണ്? സി ശരിയാണ്, എല്ലാം ഐസോ ഇലക്ട്രോണിക് ആണ്. ഇനി നിങ്ങളിപ്പോ ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് സൈസ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ അയോണിക് റേഡിയസ് കൂടുതൽ ആർക്കായിരിക്കും? ഐസോ ഇലക്ട്രോണിക് ആണല്ലോ, ഇതിൽ ആർക്കായിരിക്കും? നെഗറ്റീവ് ചാർജ് കൂടിയ ആൾക്കാണ് കൂടുതൽ സൈസ് ഉണ്ടാവുക. ഇതിൽ തന്നിരിക്കുന്നതിൽ S2- സൈസ് കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് വരിക? പിന്നെ Cl- വരിക. അത് കഴിഞ്ഞിട്ടാണ് ദെൻ നമ്മുടെ തന്നിരിക്കുന്നതിൽ ആർഗൺ വരുന്നത്. അത് ന്യൂട്രൽ അല്ലേ? പിന്നെ വരുന്നത് കാറ്റിയോൺസിനാണെങ്കിൽ എന്താണ്? സൈസ് ചാർജ് കൂടുന്തോറും സൈസ് കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ അടുത്തത് പിന്നെ K+ വരുള്ളൂ, പിന്നെയാണ് സൈസ് കുറഞ്ഞ് Ca2+ വരിക. മനസ്സിലായില്ലേ? അടുത്തത് ഡി എന്താ പറയുന്നത്? ദ കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം ആൻഡ് സിലിക്കൺ ഈസ്. ഇതിന്റെ അയണൈസേഷൻ എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താ? ഇത് തന്നിരിക്കുന്നതിൽ സിലിക്കൺ, ദെൻ അലുമിനിയം, ദെൻ മഗ്നീഷ്യം, ഏറ്റവും കുറവ് സോഡിയം എന്ന് തന്നിട്ടുള്ളത്. ഇത് ശരിയാണോ? നിങ്ങൾ പറ. നമ്മളെ അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എക്സെപ്ഷൻ കേസുകൾ ഇല്ലേ? ഇതിലെന്താ സംഭവിക്കുന്നത്? ഇത് കറക്റ്റ് ആണോ? കമ്പയർ ചെയ്യൂ. ഇവിടെ അലുമിനിയത്തിനെ സംബന്ധിച്ച് എന്താണ്? ഈ ഓർഡർ എന്ത് വരും? യെസ്, ഇവിടെ ചേഞ്ച് വരില്ലേ? ചേഞ്ച് വരും അല്ലേ? കാരണം നമ്മള് ഇപ്പോൾ മാഗ്നീഷ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നീഷ്യത്തിൽ എന്താണ്? അവിടെ ഫുള്ളി നമ്മളിപ്പോൾ മാഗ്നീഷ്യവും അലുമിനിയം കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാഗ്നീഷ്യത്തിന് അതിൽ എന്ത് 2s ഓർബിറ്റിൽ ഫിൽഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ അയണൈസേഷൻ എനർജി വേണ്ടി വരും അല്ലേ? അലുമിനിയത്തെ സംബന്ധിച്ച് എന്താണ്? 2p1 സോറി 3p1 വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് അവിടെ വരുന്നില്ല, കുറഞ്ഞ അയണൈസേഷൻ എനർജി മതി. അപ്പൊ ഈ ഒരു ഓർഡർ കൊടുത്ത ഓർഡർ ഇവിടെ തെറ്റാണ്. ഓക്കെ, ഈ ഓർഡർ തെറ്റാണ്. ഇനി ഓപ്ഷൻ ഇ എന്താ പറയുന്നത്? ഓപ്ഷൻ ഇ. പിന്നെ ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ? അതുകൂടി പറഞ്ഞുതരാം. എന്താണ് വരിക? ഫസ്റ്റ് സോഡിയം, സോഡിയത്തിനാണ് കുറവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര് വരും? പിന്നെ വരുന്നത് അലുമിനിയം ആണ്.
എന്നിട്ടേ മാഗ്നീഷ്യം വരുള്ളൂ. കാരണം മാഗ്നീഷ്യത്തിന്റെ എസ് ഓർബിറ്റിൽ ഫിൽഡ് ആയതുകൊണ്ട്. പിന്നെ സിലിക്കൺ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഓർഡർ ഏതാ? സിലിക്കൺ കഴിഞ്ഞിട്ട് പിന്നുള്ളത് ഫോസ്ഫറസ് ആണ് വരേണ്ടത്. പക്ഷെ അതിലെന്ത് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റ് ഉള്ളത് കൊണ്ട് അത് ഇവിടെ സൾഫർ ആണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനർജി കൂടുതലായിരിക്കാണ് ഫോസ്ഫറസിനാണ്. ഓക്കെ, പിന്നെ ക്ലോറിൻ, ദെൻ ആർഗൺ. ഇതാണ് ഇതിന്റെ ഓർഡർ. അപ്പൊ ഡി തെറ്റാണ്. അടുത്തത് ദ ആറ്റമിക് റേഡിയസ് ഓഫ് സീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലിഥിയം ആൻഡ് റുബീഡിയം. അത് കറക്റ്റ് അല്ലേ? സീഷ്യത്തിന്റെ കാരണം എന്താ? ഈ പറഞ്ഞ ലിഥിയം ആവട്ടെ, ലിഥിയം ഏറ്റവും ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികത്തിന് സൈസ് കുറവാണ്, മുകളിലായതുകൊണ്ട് സൈസ് കുറവാണ്. താഴോട്ട് വരുന്തോറും റേഡിയസ് കൂടുകയാണ് ചെയ്യുക. പിന്നെ നിങ്ങൾ സോഡിയം നോക്കുക, സൈസ് കൂടി വന്നു. കെ, ദെൻ റുബീഡിയം, പിന്നെയാണ് സീഷ്യം വരുന്നത്. അപ്പൊ ഇവിടെ സൈസ് ആർക്കാ കൂടുതൽ? നമുക്കറിയാം താഴോട്ട് വരുന്തോറും ആറ്റമിക് സൈസ് കൂടുന്നു. സൈസ് അപ്പൊ കൂടുതൽ ആർക്കാണ്? സീഷ്യത്തിനാണ്. സോ ഓപ്ഷൻ ഇ ശരിയാണ്. തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സിയും ഇയും ആണ് ആൻസർ വരുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കൂ. അറേഞ്ച് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. നോക്കൂ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ദെൻ കാർബൺ, സിലിക്കൺ. ഇവിടെ തന്നിരിക്കുന്ന ഏറ്റവും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആരാണ്? ഫ്ലോറിൻ ആണ്. അപ്പൊ ഫ്ലോറിൻ ഏറ്റവും ഹൈസ്റ്റ് വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പൊ ഇവിടെ സിയും ഡിയും തെറ്റാണ്. അടുത്തത് എ ആണോ ബി ആണോ നോക്കിയാൽ മതി. പിന്നെ എഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാ? പിന്നെ അടുത്തത് ഫ്ലോറിൻ കഴിഞ്ഞാല് പിന്നെ വരുന്നത് രണ്ടാമത് വരുന്നത് പിന്നെ ഓക്സിജൻ ആണ്. പിന്നെ ആര് വരുള്ളൂ? നൈട്രജൻ വരുള്ളൂ, ദെൻ കാർബൺ, ദെൻ സിലിക്കൺ. അപ്പൊ ഈ ഒരു ഓർഡർ വരുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ എ ഉള്ളൂ. സിലിക്കൺ, അതിനേക്കാൾ വലുത് കാർബൺ, അതിനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നൈട്രജൻ, ദെൻ ഓക്സിജൻ, ഏറ്റവും കൂടുതൽ ഫ്ലോറിൻ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് എക്സാമിൻ തലങ്ങും വിലങ്ങും ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഏതാ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ലിഥിയം, ദെൻ ബോറോൺ, പിന്നെയാണ് ബെറിലിയം വരുന്നത്, ദെൻ കാർബൺ, നൈട്രജൻ. റീസൺ എന്താ ചോദിച്ചാല് ഇവിടെ ആ വ്യത്യാസം വരാൻ കാരണം ബെറിലിയത്തിന്റെ എസ് ഓർബിറ്റിൽ ഫീൽഡ് ആണ് 2s2 വരുന്നത് കൊണ്ടാണ് അയണൈസേഷൻ എനർജി ബെറിലിയത്തിന് ബോറോണേക്കാൾ കൂടുതൽ. ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ദ കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് റേഡിയം ഓഫ് ലിഥിയം, ബെറിലിയം, ബോറോൺ ആൻഡ് കാർബൺ ഈസ്. അപ്പൊ ഇത് നോക്കൂ, നമുക്കറിയാം ഇതെന്താ? ഇതൊക്കെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് അല്ലേ? ലിഥിയവും ബെറിലിയവും ബോറോൺ, കാർബൺ. അത് നമുക്കറിയാം പീരീഡിലാണെങ്കിൽ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലൂടെ പോകും തോറും ആറ്റമിക് റേഡിയായി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എഴുതി കൂടെ ആൻസർ ഏതാണ്? ലിഥിയത്തിനാണ് വലുത്, പിന്നെ ബെറിലിയം, പിന്നെ ബോറോൺ, കാർബൺ. ഇവിടെ ആ അയണൈസേഷൻ പറഞ്ഞ പോലത്തെ എക്സെപ്ഷൻ ഇവിടെ ഈ കേസിൽ വരുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ ഈ ഓർഡർ വരുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ദ എലമെന്റ് എക്സ്പെക്ടഡ് ടു ഫോം ദ ലാർജസ്റ്റ് അയോൺ ടു അച്ചീവ് ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഈസ്. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്ന ഏതാണെന്ന്. ഇപ്പൊ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പറഞ്ഞാല് ഇപ്പൊ നൈട്രജന്റെ അടുത്ത് പിന്നെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കാരേ ഉള്ളൂ. N3- ആയാലല്ലേ അത് നിയോണിന്റെ കോൺഫിഗറേഷൻ ആകുള്ളൂ. അതായത് എത്ര 10 ഇലക്ട്രോൺസ് വരണ്ടേ? N3- ആകുന്ന സമയത്താണല്ലോ അത് വരിക. ഫ്ലോറിൻ ആണെങ്കിൽ F- ആണെങ്കിൽ അത് വരും. ഓക്സിജൻ ആണെങ്കിൽ O2-, സോഡിയം ആണെങ്കിൽ 1 ഇലക്ട്രോൺ വിട്ടു കൊടുത്താൽ മതി. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ എന്താണ്? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. പക്ഷെ ഇതിലേറ്റവും സൈസ് കൂടുതൽ ആർക്കാണ് ചോദിച്ചാൽ നമുക്കറിയാം ആനയോൺ ആണ് സൈസ് കൂടുതൽ. ആനയോണിന്റെ ചാർജ് കൂടുന്തോറും സൈസ് കൂടും, അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസ് കൂടും. ആൻസർ വരുന്നത് നൈട്രജൻ ആണ്. അപ്പൊ സൈസ് കുറവ് ഇതിൽ സോഡിയത്തിനായിരിക്കും. ഇനി 6, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഓൾ ഐസോഇലക്ട്രോൺ സ്പീഷീസ്. ഐസോഇലക്ട്രോൺ സ്പീഷീസ് കാണിക്കുന്നത് ഇതിൽ ഏതാണ്? ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇതിൽ കൗണ്ട് ചെയ്താൽ മനസ്സിലാവും. ഈ ഇലക്ട്രോണിന്റെ എണ്ണം ഒരേപോലുള്ളത് ഏതാണ്? Ca2+, ആർഗൺ, K+, Cl-. എല്ലാത്തിലും 18 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി ഇതിന്റെ സൈസുകൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സൈസ് കൂടുതൽ ആർക്കാണ്? സൈസ് തന്നിരിക്കുന്നതിൽ Cl- സൈസ് കൂടുതൽ. ദെൻ പിന്നെ ആർഗൺ,
പിന്നെ സൈസ് കുറഞ്ഞു കെ പ്ലസ്, ലാസ്റ്റ് ആണ് Ca2+. മനസ്സിലായല്ലോ? അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? നോക്കാം. ബേസിക് ഓക്സൈഡിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ഡിയം ഓക്സൈഡ് In2O3 K2O SnO2. ഇത് ശരിയാണോ? അടുത്ത് നോക്കൂ, ന്യൂട്രൽ ഓക്സൈഡ് CONO2 N2O, അസിഡിക് ഓക്സൈഡ് വന്നിട്ടുണ്ട്, ആംഫോട്ടറിക് ഓക്സൈഡ് വന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് പെയർ ഏതാണെന്ന ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് അറിയാം, കമ്പയർ ചെയ്ത് നോക്കൂ. ബേസിക് ഓക്സൈഡ്സിൽ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ SnO2 എന്ന സംഭവം, SnO2 ആംഫോട്ടറിക് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ തെറ്റല്ലേ? തെറ്റാണ്. അടുത്ത് നോക്കൂ, ന്യൂട്രൽ ഓക്സൈഡ്സ്. നമുക്കറിയാം ന്യൂട്രൽ ഓക്സൈഡ് ആണെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന CONO2 N2O, ഇത് മാറിപ്പോകാതിരിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ എന്താ, ഓക്സിജൻ എണ്ണം ഒന്നേ ന്യൂട്രൽ ഓക്സൈഡിൽ കാണപ്പെടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലായിക്കൂടെ, NO2 രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ NO2 എന്തല്ല, NO2 ആസിഡ് ആണ്, ന്യൂട്രൽ അല്ല. ന്യൂട്രലിൽ വരുന്ന ഏതൊക്കെയായിരുന്നു? CO വരുന്നുണ്ട്, പിന്നെ NO, N2O, H2O. ഇതൊക്കെയാണ് ന്യൂട്രൽ ഓക്സൈഡ്സിന് എക്സാമ്പിൾസ്. അപ്പൊ എന്തായാലും NO2 വരാത്തത് കൊണ്ട് അപ്പൊ ബിയും തെറ്റാണ്, എയും ബിയും തെറ്റി. അടുത്ത് സി നോക്കൂ, അസിഡിക് ഓക്സൈഡ്. ഇപ്പൊ Mn2O7, SO2, TeO3, ഇതൊക്കെ എന്താണ്? അസിഡിക് ഓക്സൈഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ആംഫോട്ടറിക് ഓക്സൈഡ് നോക്കുമ്പോൾ തെറ്റാൻ കാരണം എന്താ, ഇതില് ഈ GeO എന്താണ്, ഇത് ആംഫോട്ടറിക് അല്ല, ഇത് അസിഡിക് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ അസിഡിക് ഓക്സൈഡിനാണ് എന്ത് ഇത് വന്നിരിക്കുന്നത്, Mn2O7, SO2, TeO3. ഇനിയിപ്പോ വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ CO2, Cl2O7, then SO2, SO3, N2O5. ഇതൊക്കെ എന്താ, അസിഡിക് ആണ്. അടുത്ത് നോക്കൂ, ദ കറക്റ്റ് സീക്വൻസ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് ന്യൂട്രൽ, അസിഡിക്, ബേസിക് ആൻഡ് ആംഫോട്ടറിക് ഓക്സൈഡ് ഈച്ച്. അതിന് കറക്റ്റ് ഓർഡർ ഏതാ ചോദിച്ചത്? ന്യൂട്രൽ ഫസ്റ്റ് ഏതാ കൊടുത്ത് നോക്കൂ. ന്യൂട്രൽ ആണെങ്കിൽ നമുക്കറിയാം ന്യൂട്രൽ ആണ് NO വരുന്നതാണ് ന്യൂട്രൽ. അപ്പൊ ഓപ്ഷൻ ബി എന്തായാലും തെറ്റാണ്. അപ്പൊ അടുത്ത് നോക്കൂ, അസിഡിക്, രണ്ടാമത്തെ ആൾ അസിഡിക്, ZNO എന്താ, ആംഫോട്ടറിക് ആണ്. അപ്പൊ അതല്ല, എ അല്ല. ദെൻ സിയിൽ എന്താ പറയുന്നത്, CO2 ആണ്. CO2 ഓക്കെ, NOCO2, CO2 അസിഡിക് ആണ്, ശരിയാണ്. അപ്പോ CODO ആണ് ആൻസർ വരിക. ഇനി ബേസിക് ആണെങ്കിൽ നോക്കൂ, ബേസിക് ZNO ബേസിക് ആണോ? അല്ല, ZNO ആംഫോട്ടറിക് ആണ്. അപ്പോ കറക്റ്റ് ഓർഡർ വരുന്ന ഏതാണ്? NO ന്യൂട്രൽ ആണ്, CO2 അസിഡിക്, CaO ബേസിക്, ZNO ആംഫോട്ടറിക്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, ദ IUPAC നെയിം ഓഫ് ആൻ എലമെന്റ് വിത്ത് ആറ്റമിക് നമ്പർ 119 ഈസ്. ആറ്റമിക് നമ്പർ 119ന്റെ IUPAC നെയിം ആണ് പറഞ്ഞത്. നമുക്കറിയാം 119 ആണെങ്കിൽ 1 വന്നാൽ അവിടെ എന്ത് കൊടുക്കും? 1 വന്നാൽ അൺ, ദെൻ വീണ്ടും 1 വന്നു, അപ്പൊ വീണ്ടും അൺ, ദെൻ 9 വന്നെങ്കിൽ 9 ആണെങ്കിൽ എൻ അല്ലെ, ലാസ്റ്റ് EM. അപ്പൊ NEM അതേതാ വരുന്നത് നോക്കൂ. ഇതല്ല, ഒക്ടിയം പറഞ്ഞാൽ 118 ആണ്. NEM പറഞ്ഞാൽ അതാണ് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. പിന്നെ ഇനി നിൽ NE, അതെന്താ സംഭവം? എത്ര നോക്കൂ. അണ്ണ് പറയുമ്പോ 1, നില്ല് പറഞ്ഞ എത്ര? 0, ദെൻ NE എന്ന് പറഞ്ഞാൽ 9, 109 ആണ് ഓപ്ഷൻ സി കൊടുത്തത്. ഓപ്ഷൻ ഡി ഏതാ? അണ്ണിയം. ഓക്കെ, അപ്പൊ അണ്ണ് പറഞ്ഞ 1, വീണ്ടും അണ്ണ് വന്നു, 2, വീണ്ടും അണ്ണ് വന്നു. അപ്പൊ 111 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി കൊടുത്തതാണ് 119. ഒക്ടിയാണ് ഏത്? 118 നമ്മുടെ ഓർഗനസോൺ. ഓക്കെ അല്ലേ? ഈ നെയിമിങ് എക്സാമിന് PSCക്കും ചോദ്യം വന്നിട്ടുണ്ട്. 10ാമത്തെ നോക്കൂ, ഗഡോലിനിയം ഹാസ് എ ലോ വാല്യൂ ഓഫ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് ഗഡോലിയത്തിന്റെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി കുറയാൻ കാരണം? ഓക്കെ, അതിന്റെ റീസൺ എന്താണ് ചോദ്യം. സ്മോൾ സൈസ് ആണോ? എന്തായാലും ഗഡോലിയത്തിന്റെ സൈസ് എന്താണ്, സ്മോൾ അല്ല. അപ്പൊ തെറ്റാണ്. ഹൈ എക്സ്ചേഞ്ച് എൻതാൽപ്പി, അതിന് ചാൻസ് ഉണ്ട്, നോക്കാം. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, അതുമല്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആണ്, കുറവാണ്. ഹൈ ബേസിക് ക്യാരക്ടർ, ഇതാണോ? ഇതുമല്ല.
അപ്പൊ ആൻസർ വരുന്നത് എന്താ? ഹൈ എക്സ്ചേഞ്ച് എൻതാൽപ്പി. അല്ലെങ്കിൽ ഇവിടെ വരുന്ന എന്താണ്? ഇവിടെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ടാണ് ഗഡോലിയത്തിന്റെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്തായി മാറിയത്? അത് കുറയാൻ കാരണം. ഓക്കെ, അത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഗഡോലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കൂ. 4f7 5d1 6s2 എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഈ 6x നിന്ന് ഇലക്ട്രോണിനെ ഒരു ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും എന്താ 6s നിന്ന് ഒരു ഇലക്ട്രോണെ പുറത്തടിച്ചു. അപ്പോൾ എനർജി കുറച്ച് കാണും. അത് കഴിഞ്ഞ് രണ്ടാമതാക്കുമ്പോൾ വീണ്ടും കുറച്ച് എനർജി വേണ്ടേ? ഓക്കെ, കൊടുത്തു. ഇനി മൂന്നാമത് ഇതിൽ നിന്ന് പോണത് ആരാ? 5d1 ആണ് അല്ലെ? മൂന്നാമത്തെ അയണൈസേഷൻ എനർജി d1 നിന്ന് ഒന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പം d1 നിന്ന് എന്ത് ഒരു ഇലക്ട്രോണെ പുറത്തടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ഗഡോലിയത്തിന്റെ IE3 കുറയാൻ കാരണം. ഓക്കെ, കാരണം അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ 4f7 ആണ്, ഹാഫ് ഫീൽഡ് ആണ്. എഫിൽ ഹാഫ് ഫീൽഡ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ഒന്നുകൂടി സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് എനർജി കൂടുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് ഗഡോലിയത്തിന്റെ കേസിൽ തേർഡ് അയണൈസേഷൻ എനർജി കുറയാൻ കാരണം. നെക്സ്റ്റ്, ദ കറക്റ്റ് ഈസ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതെല്ലാം എന്താ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണെങ്കിൽ അവിടെ ഇത് ഈ വരുന്ന എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പറയൂ. യെസ്, ഇപ്പൊ കാർബൺ, ശരിക്കുള്ള ഓർഡർ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, ഇങ്ങനെയുള്ള നമ്മൾ അയണൈസേഷൻ ആ കറക്റ്റ് ഓർഡർ ചെയ്ത പീരീഡിൽ. അപ്പൊ ഈ കേസിൽ നമുക്കറിയാലോ നൈട്രജൻ എന്താണ് ഇവിടെ പി സബ്ഷെല്ലില് 3 അല്ലെങ്കിൽ എന്താ ഹാഫ് ഫീൽഡായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒന്നുകൂടി സ്റ്റേബിൾ ആയതുകൊണ്ട് അയണൈസേഷൻ എനർജി ഇവന് നൈട്രജന് ഓക്സിജനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഓർഡർ വരെ എങ്ങനെയാണ്? കാർബൺ കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരേണ്ടത്? പിന്നെ ഓക്സിജൻ വരേണ്ടത്, നൈട്രജൻ അല്ല. എന്നിട്ട് ആര് വരൂ? നൈട്രജൻ വരൂ, പിന്നെ ഫ്ലോറിൻ, പിന്നെ നിയോൺ. ഇതാണ് ഓർഡർ. ഈ ഓർഡർ വരുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. Identify the incorrect match. നോക്കാം. ഒന്നാമത്തത് മെന്റലീവിയം വരുന്നത് ഏതാണെന്ന് വരും. അതിന് കറസ്പോണ്ടിങ് IUPAC ഒഫീഷ്യൽ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ഏതാണെന്ന് ചോദ്യം, അല്ലെങ്കിൽ ഇതിൽ ഇൻകറക്റ്റ് മാച്ച് ഏതാണ് ചോദ്യം. നോക്കാം. ഇവിടെ ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ അണ്ണിയം അതേതാ? അണ്ണ് പറഞ്ഞാൽ 1, ദെൻ നില്ല് എന്ന് പറഞ്ഞാൽ 0, ദെൻ വീണ്ടും അണ്ണിയം. അപ്പൊ 101ാമത്തെ എലമെന്റ് ഏതാ? അതെന്താ? UNO വരുന്ന ഏതാ? മെന്റലീവിയല്ലേ? അത് കറക്റ്റ് ആണ്. മെന്റലീവിയം 101 ആണല്ലോ. അപ്പൊ 1 കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തത് അണ്ണിൽ ട്രിയം. അണ്ണിൽ ട്രീ എന്ന് പറഞ്ഞാൽ 1, നില്ല് പറഞ്ഞാൽ 0, ട്രിയം എന്ന് പറഞ്ഞാൽ 3. 103 വരുന്നത് ആരാ? 103 വരുന്നത് യെസ്, അത് ലോറൻഷ്യൻ തന്നെയല്ലേ? ശരിയാണ്. അല്ല 3 അല്ല, രണ്ടാമത്തെ അല്ലേ? 2 ലോറൻഷ്യൻ തന്നെയാണ്. ഓക്കെ, 103 വരുന്നത് ലോറൻഷ്യൻ തന്നെയാണ്, കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കൂ. അണ്ണിൽ ഹെക്സിയം. അണ്ണിൽ ഹെക്സിയം പറഞ്ഞാൽ എത്ര? 1, 0, ഹെക്സ് പറഞ്ഞാൽ 6. 106 വരുന്നത് ആരാ? 106 വരുന്നത് സീബോർഗിയൻ തന്നെയാണ്. ശരിയാണ്. ഓക്കെ, 106 സീബോർഗിയൻ തന്നെയാണ്. ഇനി ഇവിടെ കൊടുത്ത് അണ്ണിയം അതെത്ര? 1, പിന്നെ വീണ്ടും 1, പിന്നെ അണ്ണിയം 111. 111ാമത്തെ ആള് ധർമ്മസ്റ്റേഡിയ ആണോ? അതല്ല, അത് തെറ്റാണ്. ഇത് വരുന്ന ഏതിലാ? ഇത് 110 വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ആൻസർ വരുന്ന ഏതാ? ഇവിടെ തെറ്റേ കൊടുത്തിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, 4 ആണ് ഇവിടെ തെറ്റായി കൊടുത്തിട്ടുള്ളത്. ബാക്കി 3 ശരിയാണ്. അപ്പം 4 തെറ്റായി കൊടുത്തിട്ടുള്ള ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 101 വരുന്നത് മെന്റലീവി ആണ്. 103 ലോറൻഷ്യം. 106 സീബോർഗി ആണ്. 111 റോൺജി ആണ്. ഓക്കെ, 111 വരുന്നത്.
110 വരുന്ന ആളാരാ? അത് 110 വരുന്നതാണ് ജംഷേദ്ജിയും. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ ഓക്സൈഡും അതിന്റെ നേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കണ്ണും പൂട്ടി ചെയ്യാം. CO എന്താണ്? CONO, H2O, N2O, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ന്യൂട്രൽ ഓക്സൈഡുകളാണ്. അപ്പൊ A2 വരുന്നത് ഏതാണ്? A2 വരുന്നത് ഇവിടെ വരുന്നുണ്ട്, B വരുന്നില്ല, C വരുന്നില്ല. അപ്പൊ CAO DO. ഓക്കെ, അടുത്ത് നോക്കാം. BAO. BAO എന്താ? അത് വരുന്നത് ബേസിക് അല്ലേ? ബേസിക് ആണ്. അപ്പൊ B1 വരുന്നത് ഇവിടെ വരുന്നില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആൻസർ കിട്ടി. അപ്പൊ നോക്കാം, CO എന്നുള്ളത് എന്താണ്? ന്യൂട്രൽ ആണ്. BAO ബേരിയം ഓക്സൈഡ് വരുന്നത് ബേസിക് ആണ്. Al2O3 ആംഫോട്ടറിക് ആണ്. ദെൻ Cl2O7 അസിഡിക് ആണ്. അപ്പൊ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഫോർ ദ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ്. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്താം. ആൻസർ ബി ആണ് വരുന്നത്. ലിഥിയം കഴിഞ്ഞിട്ട് ബെർലിയം അല്ല, ബോറോൺ ആണ് വരിക. പിന്നെ ബെർലിയം, ദെൻ കാർബൺ. കാർബൺ കഴിഞ്ഞാൽ ഫസ്റ്റ് നൈട്രജനിൽ വരേണ്ടത് ഓക്സിജൻ ആണ് വരിക. ഓക്കെ അല്ല? റീസൺ ഒക്കെ പലവട്ടം പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് ആറ്റോമിക് റേഡിയൈ ഇൻ ഗ്രൂപ്പ് 13 എലമെന്റ് ഈസ്. ഗ്രൂപ്പ് 13 എലമെന്റ്സിലെ ആറ്റോമിക് റേഡിയൈന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറയൂ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഏതൊക്കെയാണ് വരിക? ഗ്രൂപ്പ് 13 എലമെന്റ്സ് നോക്കൂ, ഏതൊക്കെയാണ്? ബോറോണ്, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓക്കെ, ഇതാണല്ലേ ഗ്രൂപ്പ് 13. ഇത് നമ്മൾ എന്താ നോർമലി വിചാരിക്കുക എന്താ? ആറ്റമിക് റേഡിയൈ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും റേഡിയൈ കൂടണമല്ലോ, അല്ലെങ്കിൽ സൈസ് കൂടണമല്ലോ. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് വരുന്നുണ്ട്. ഇവിടെ ഗാലിയം എന്താണ്? ഗാലിയം കുറച്ച് സൈസ് കുറവാണ്. കാരണം ഗാലിയത്തിൽ എന്ത് ഡി ഓർബിറ്റൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ പെനിട്രേഷൻ പവർ ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുക? ഇവിടെ സൈസ് കുറവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കാം. ഇവിടെ ഗാലിയം ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ അലുമിനിയം ഡ്യൂ ടു പുവർ ഷീൽഡിങ് ഓഫ് ഡി ഇലക്ട്രോൺസ്. സോ ഇസഡ് എഫക്റ്റീവ് ഇൻക്രീസിങ്. എഫക്റ്റീവ് ചാർജ് ഇവിടെ ഡി ആയതുകൊണ്ട് തന്നെ അതിന്റെ എന്താണ് എഫക്റ്റീവ് ചാർജ്? ഷീൽഡിങ് കുറവാണ്. ഷീൽഡിങ് കുറവാണെങ്കിൽ അവിടെ എഫക്റ്റീവ് ചാർജ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, എഫക്റ്റീവ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ പുള്ളിങ് നടക്കും. അതുകൊണ്ട് തന്നെ ഗാലിയത്തിന്റെ സൈസ് കുറയും. അതുകൊണ്ടാണ് ഗാലിയത്തിന്റെ സൈസ് അലുമിനിയത്തിനേക്കാൾ കുറഞ്ഞത്. ഗാലിയം ഈസ് ലെസ് ദാൻ അലുമിനിയം. അത് കറക്റ്റ് ആറ്റം സൈസിന്റെ അല്ലെങ്കിൽ ആറ്റം റേഡിയന്റെ ഓർഡർ വരുന്ന ഏതാ? ബോറോൺ കഴിഞ്ഞ അലുമിനിയം ലെവൽ ആരാണ്? ഗാലിയം, എന്നിട്ടാണ് അലുമിനിയം, പിന്നെ ഇൻഡിയം, താലിയം. ഓക്കെ അല്ലേ? അപ്പൊ കറക്റ്റ് ഓർഡർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ പൊതുവെ തെറ്റി ഏത് കൊടുക്കും? പൊതുവെ തെറ്റിയിട്ട് ബോറോൺ അലുമിനിയം ഓപ്ഷൻ ബി കൊടുക്കും. അപ്പൊ അതല്ല തെറ്റി, ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് എന്ന് കൂടെ ആലോചിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് PYQs ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇതുവരെ നീറ്റിന്റെ ചോദ്യങ്ങളും അതുപോലെ PSC ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.